സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ, ത്യാഗത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ചെറിയ പെരുന്നാൾ. പക്ഷേ ചെറിയ പെരുന്നാളും ഒരു ആശങ്കയുടെ ഭൂമികയിൽ നിന്നാണെന്നുള്ളതാണ്. ചെറിയ പെരുന്നാൾ ദിനത്തിലും ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണം തുടർന്നു. UAE-യിലും സൗദി അറേബ്യയിലും കുവൈറ്റിലും ഇറാനിൽ നിന്ന് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായി. 4 മിസൈലുകളും 26 ഡ്രോണുകളും തകർത്തതായി UAE പ്രതിരോധ സേന അറിയിച്ചു. UAE പ്രസിഡന്റുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചു. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. UAE-യിൽ ഈദ് നമസ്കാരം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പുലർച്ചെ പള്ളികളിലേക്ക് പോകുമ്പോൾ നമുക്ക് മൊബൈൽ ഫോണിൽ സന്ദേശം വരികയാണ്, മിസൈൽ ആക്രമണ സാധ്യതയുണ്ട്, ജാഗ്രത പാലിക്കണം, എല്ലാവരും സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് തന്നെ തുടരണമെന്ന്. അല്പസമയത്തിനകം തന്നെ നമ്മൾ ഉഗ്രസ്ഫോടനം കേൾക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെയാണ് നമ്മൾ അവിടെ പള്ളിയിലെത്തി വിശ്വാസികളോട് സംസാരിക്കുമ്പോൾ അവരും പറയുകയാണ്, പുലർച്ചെ വലിയ ശബ്ദമുണ്ടായിരുന്നു, അല്പം മുൻപ് പോലും ശബ്ദം കേട്ടിരുന്നുവൊക്കെ. ഇത്തരത്തിലാണ് ചെറിയ പെരുന്നാൾ ദിനത്തിൽ പോലും ഇറാന്റെ ഭാഗത്തു നിന്നും മനുഷ്യത്വം ഒട്ടുമില്ലാത്ത തരത്തിലുള്ള ആക്രമണം ഉണ്ടായത്. ഏറ്റവും പ്രധാനം ഒമാൻ ഒഴികെയുള്ള UAE, ഖത്തർ, കുവൈറ്റ്, സൗദി അറേബ്യ, ബഹ്റൈൻ ഈ 5 രാജ്യങ്ങളിലേക്കും ആക്രമണം ചെറിയ പെരുന്നാൾ ദിനത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. UAE സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 4 ബാലിസ്റ്റിക് മിസൈൽ ആക്രമണ ശ്രമങ്ങളും അതേപോലെ തന്നെ 26 ഡ്രോൺ ആക്രമണങ്ങളുമാണ് ഉണ്ടായത്. എല്ലാം UAE സേന പ്രതിരോധിക്കുകയും ചെയ്തു. ആർക്കും പരിക്കേൽക്കുകയും ചെയ്തിട്ടില്ല. ഖത്തറിൽ വെയർഹൌസിന് നേരെയാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ബഹ്റൈനിലും ഡ്രോൺ ആക്രമണത്തിൽ ഒരു വെയർഹൌസിന് തീപിടിച്ചു. കുവൈറ്റിലും ഉണ്ടായിട്ടുള്ള ആക്രമണം അത് എണ്ണ റിഫൈനറിക്ക് നേരെയാണ്. മൊണ അൽ അഹമ്മദ് എണ്ണ റിഫൈനറിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. റിഫൈനറിയിൽ തീപിടിച്ചു. ആ റിഫൈനറി അടച്ചതായി കുവൈറ്റ് അറിയിക്കുകയും ചെയ്തു. കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി എണ്ണ ശുദ്ധീകരണശാലകൾക്ക്, ഉൽപാദന കേന്ദ്രങ്ങൾക്ക് നേരെയൊക്കെയാണ് ഇറാനിൽ നിന്നും ആക്രമണം ഉണ്ടാകുന്നത്. സൗദി അറേബ്യയുടെ കിഴക്കൻ മേഖലയിലാണ് ആക്രമണം നടന്നത്. ഇത്തരത്തിൽ എല്ലാ രാജ്യങ്ങളെയും ലക്ഷ്യമിട്ട് ഈ ചെറിയ പെരുന്നാൾ ദിനത്തിൽ പോലും, വിശുദ്ധ ദിനത്തിൽ പോലും ഇറാൻ ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ്. ഇതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി സംസാരിക്കുന്നത്. ആ സംസാരത്തിൽ മേഖലയിലെ സാഹചര്യങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. മാത്രമല്ല UAEക്ക് എല്ലാവിധ പിന്തുണയും ട്രംപ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. UAEക്കും കുവൈറ്റിനുമൊക്കെ എതിരെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഗൾഫ് മേഖലയിൽ ഉണ്ടാകുന്ന തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങളെ അദ്ദേഹം അപലപിക്കുകയും ചെയ്തു.